ഹായ് ഡിയേഴ്സ്, വോയേജ് അക്കൗണ്ടിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണിത്. ഈ ഒരു ക്ലാസ്സിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് വോയേജ് അക്കൗണ്ട് എന്നും എങ്ങനെയാണ് ഒരു വോയേജ് അക്കൗണ്ടിൻ്റെ മെയിനായിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുന്നതെന്നും ഒരു ഫോർമാറ്റ് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വോയേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് തന്നെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒന്ന് കോമൺ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് വോയേജ് അക്കൗണ്ട് ഈസ് സിമിലർ ടു ആൻ ഓർഡിനറി P&L അക്കൗണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ഓർഡിനറി അല്ലെങ്കിൽ ഒരു നോമിനൽ P&L അക്കൗണ്ട് പോലെ തന്നെ ഒരു വോയേജ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ ഇൻകവും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനി മെയിൻ ഹെഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ആണ്. ഡെബിറ്റ് സൈഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഡിനറി P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എല്ലാ എക്സ്പെൻസുകളും ലോസുകളും തന്നെയാണ്. അതേപോലെ ഈ വോയേജ് അക്കൗണ്ടിലും വോയേജ് അക്കൗണ്ടുമായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോത്ത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ജേർണിയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഷിപ്പിൻ്റെ എല്ലാ എക്സ്പെൻസുകളെയുമാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിലും ഡെബിറ്റ് ചെയ്യുന്നത്. സോ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബ്രോക്കറേജ് ആൻഡ് കമ്മീഷനാണ്. ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ എന്താണ് മീനിങ് പറയുന്നത്? അപ്പാർട്ട് ഫ്രം പോർട്ട് ചാർജസ്, ഡ്യൂട്ടീസ്, ഹാർബർ വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് ഓൺ ദ വോയേജ്, എ ബ്രോക്കറേജ് ടു ദ ചാർട്ടേഴ്സ് ഏജൻറ്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ആൻഡ് ആൻ അഡ്രസ് കമ്മീഷൻ ഈസ് പേയബിൾ ടു ദ ചാർട്ടേഴ്സ് ദംസെൽസ്. അതായത് ഈ ബ്രോക്കറേജും ഈ അഡ്രസ് കമ്മീഷനും ഒക്കെ കൊടുക്കുന്നത് ആർക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത്? ചാർട്ടേഴ്സ് ഏജൻറ്റിന് അല്ലെ ഹയറിൻ്റെ ഏജൻറ്റിനാണ് ബ്രോക്കറേജ് കൊടുക്കുന്നത്. ചാർട്ടറിന് തന്നെ കൊടുക്കുന്ന പേയ്മെൻറ്റാണ് അഡ്രസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സംടൈംസ് ബ്രോക്കേഴ്സിന് കൊടുക്കാറുമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു എക്സ്പെൻസ് ബ്രോക്കറേജ് ആകട്ടെ അല്ലെ അഡ്രസ് കമ്മീഷൻ ആകട്ടെ, എന്താണ് അഡ്രസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ? ദ ഫീ പെയ്ഡ് ബൈ ദ വെസൽ ഓണർ ടു ദ ചാർട്ടേഴ്സ്. ഷിപ്പിൻ്റെ ഓണർ ചാർട്ടേഴ്സിന് അല്ലെങ്കിൽ ഈ ഹയറിന് കൊടുക്കുന്ന എക്സ്പെൻസ് ആണ് അല്ലെ ഫീ ആണ്, എമൗണ്ട് ആണ് അഡ്രസ് കമ്മീഷൻ, ബ്രോക്കറേജ് എന്നൊക്കെ പറയുന്നത്. ഈ അഡ്രസ് കമ്മീഷൻ ആണെങ്കിലും ബ്രോക്കറേജ് ആണെങ്കിലും ബോത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ബോത്ത് ബീയിങ് കമ്പ്യൂട്ട്, ഈ രണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് എത്ര ഫ്രൈറ്റ് ആണ് ഒരു വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എത്ര ഫ്രൈറ്റ് ആണ് കിട്ടുന്നത്. ഫ്രൈറ്റ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല. ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇൻകം സൈഡിൽ വരുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇൻകമാണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർഗോ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി കളക്ട് ചെയ്യുന്ന മെയിൻ ഇൻകം എമൗണ്ടിനെയാണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര എമൗണ്ട് ഫ്രൈറ്റ് കിട്ടി, അതോടൊപ്പം ഫ്രൈറ്റിന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അഡീഷണൽ കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്? പ്രൈമേജ് എന്ന് പറയുന്നത്. ഫ്രൈറ്റിൻ്റെ ഒരു സർചാർജ് തന്നെയാണ് പ്രൈമേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രൈറ്റും പ്രൈമേജ് ഉൾപ്പെടെയുള്ള ഫ്രൈറ്റ് എത്രയാണോ, ഫ്രൈറ്റ് ഇൻക്ലൂഡിങ് പ്രൈമേജ് എത്രയാണോ അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ബ്രോക്കറേജ് ആയിട്ടും കമ്മീഷനായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് ഐറ്റം ഡെബിറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ഐറ്റം ബ്രോക്കറേജ് ആൻഡ് കമ്മീഷനാണ്. ഈ ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബോത്ത് ആർ കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഫ്രൈറ്റ് ഇൻക്ലൂഡിങ് പ്രൈമേജ് എൻഡ് ബൈ ദ ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ ഷിപ്പിംഗ് കമ്പനിക്ക് ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് എത്ര കിട്ടുന്നുണ്ടോ, ഇപ്പോൾ ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് 1 lakh rupees ആണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, അതിൻ്റെ ഒരു 5% ആകാം ബ്രോക്കറേജ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3% ആകാം അഡ്രസ് കമ്മീഷൻ. ഇങ്ങനെയൊക്കെ ആകും നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പം ഇൻക്ലൂഡിങ് പ്രൈമേജ് ടോട്ടൽ ഫ്രൈറ്റ് എത്ര വരുന്നുണ്ടോ അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് ബ്രോക്കറേജ് ആൻഡ് അഡ്രസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഐറ്റമാണ് നമ്മൾ പറയുന്നത് ഇൻഷുറൻസ്. ഇൻഷുറൻസ് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു മെയിൻ എക്സ്പെൻസ് ആണ്. ദ ചാർജസ് അഗെയിൻസ്റ്റ് ദ വോയേജ് മസ്റ്റ് ബി എക്സാക്ട്ലി ആപ്ലിക്കബിൾ ടു ദ പർട്ടിക്കുലർ വോയേജ്. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മേ ബി ഒരു ഹോൾ ഇയറിലേക്കുള്ള ഒരു ഇൻഷുറൻസ് എമൗണ്ട് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയറിലേക്ക് മൊത്തത്തിലുള്ള എക്സ്പെൻസിനെ ഈ ഒരു പർട്ടിക്കുലർ വോയേജിൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു വോയേജ് എത്ര നാളത്തേനാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 1 ഇയറിലേക്കുള്ള ഒരു
ആനുവൽ പ്രീമിയമാണ് നമുക്ക് തരുന്നത്, ഇൻഷുറൻസിൻ്റെ പ്രീമിയമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആനുവൽ പ്രീമിയം മുഴുവനും കൂടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പർട്ടിക്കുലർ വോയേജിൽ ഒരു 3 months അല്ലെങ്കിൽ ഒരു 1 monthിലേക്ക് മാത്രം നടത്തി ഈ ഒരു വോയേജിലേക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ട് വരുന്ന എമൗണ്ടിനെ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് ഇൻഷുറൻസ് എന്ന രീതിയിൽ ഡെബിറ്റ് ചെയ്താൽ മതിയാകും. അതാണ് ഫസ്റ്റ് പറയുന്നത്. ദ ചാർജ് അഗെയിൻസ്റ്റ് ദ വോയേജ് മസ്റ്റ് ബി എക്സാക്ട്ലി ആപ്ലിക്കബിൾ ടു എ പർട്ടിക്കുലർ വോയേജ്. ദാറ്റ് ഈസ് എ ഷിപ്പ് മേ ബി ഇൻഷുർഡ് ഫോർ എ ഹോൾ ഇയർ. ഒരു ഷിപ്പ് വേണമെങ്കിൽ ഒരു വർഷത്തേക്കായിരിക്കും ചാർജ് ഇൻഷുറൻസ് ചാർജ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് തരുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ദ പർട്ടിക്കുലർ വോയേജ് എത്ര നാളത്തേനാണോ ആ പർട്ടിക്കുലർ പോർഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് ആ ഡ്യൂറേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു 1 monthിലേക്ക് ഡ്യൂറേഷൻ ഉള്ള ഒരു വോയേജാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ വോയേജ് അക്കൗണ്ടിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 1 ഇയറിലേക്ക് ഒരു 12,000 റുപ്പീസാണ് നമുക്ക് 1 ഇയറിലേക്ക് നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയമായിട്ട് ടോട്ടൽ എമൗണ്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ ഈ 12,000 എന്ത് ചെയ്യേണ്ട, നമ്മുടെ പർട്ടിക്കുലർ വോയേജിൽ 1 monthിലേക്കുള്ള വോയേജ് കൊണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെ 1 monthിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ 1/12 കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് ആ 1,000 റുപ്പീസ് മാത്രം, ഒരു മാസം എത്ര വരുന്നു, ആ 1 monthിലേക്കുള്ള വോയേജിൽ ഈ 1000 രൂപ മാത്രം എന്ത് ചെയ്താൽ മതിയാകും, ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇൻഷുറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹോൾ എമൗണ്ട് ചിലപ്പോൾ ആനുവൽ പ്രീമിയം ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പർട്ടിക്കുലർ വോയേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ആ ഒരു എമൗണ്ട് മാത്രം ഡെബിറ്റ് ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ആണ്. സ്റ്റോഴ്സ് കൺസ്യൂംഡ് ആണ് ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം എന്ന് ഓർക്കുക. സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന പലതരത്തിലുള്ള പർച്ചേസുകൾ നടത്തുമ്പോൾ എത്ര എമൗണ്ടിൻ്റെ സ്റ്റോഴ്സാണ് നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കൺസ്യൂംഡ് എമൗണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ കൺസ്യൂംഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഇക്വേഷൻ പറയുന്നതോടെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓപ്പണിംഗ് സ്റ്റോഴ്സ് കൺസ്യൂംഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എന്തൊരു സാധനം കൺസ്യൂംഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് ഇത്ര എമൗണ്ടിൻ്റെ സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ഈ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ടാകും, ആ പർച്ചേസ് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് നടത്തിയതിന് ശേഷം ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യാതെ ബാക്കി ഇരിക്കുന്ന ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൽ എത്ര ഇരിപ്പുണ്ടോ അത് മൈനസ് ചെയ്യുക, ബാക്കിയായിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്തത് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോഴ്സ് കൺസ്യൂംഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് തന്നിട്ടുണ്ടാകും. ഒന്നുകിൽ സ്റ്റോഴ്സ് കൺസ്യൂംഡ് തന്നെ തരും, ഇല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക് പോലെയുള്ള ഡീറ്റെയിൽ തന്നാൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് സ്റ്റോഴ്സ് കൺസ്യൂംഡിൻ്റെ എമൗണ്ട് എത്രയാണോ ആ ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റോക്ക് ഓഫ് സ്റ്റോഴ്സിൻ്റെ കൺസ്യൂംഡ് എമൗണ്ട് എത്ര വരുന്നോ അത് മാത്രം റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഐറ്റം ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നോർമലി ഒരു ഈച്ച് വോയേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രൂ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് ആണോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആ ഒരു പെർസെൻറ്റേജ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട്. ഡിപ്രീസിയേഷൻ നോർമലി ഒരു എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യുന്ന പോലെ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഡിപ്രീസിയേഷൻ. ഈ ഒരു കേസിൽ ഷിപ്പിൻ്റെ ആകാം, അല്ലെങ്കിൽ വോയേജുമായിട്ട് പർട്ടിക്കുലർ ഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഐറ്റംസിൻ്റെ ഒക്കെ ആകാം, ഹള്ളിൻ്റെ ആകാം. ആ ഡിപ്രീസിയേഷൻ പറയുന്ന എമൗണ്ട് എത്രയാണോ അതും എന്ത് ചെയ്യേണ്ടതാണ്, ഡെബിറ്റ് ചെയ്യേണ്ട മറ്റൊരു ഐറ്റമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഷുറൻസും ഡിപ്രീസിയേഷനും ഒക്കെ നോർമലി നമുക്ക് പരിചയമുള്ള ഐറ്റംസ് തന്നെ ആയിരിക്കും. എന്നാൽ അടുത്ത ഐറ്റം ബങ്കർ കോസ്റ്റ്, അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല. എന്താ ബങ്കർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ഫ്യൂവൽ, കോൾ, ഡീസൽ ആൻഡ് ഫ്രഷ് വാട്ടർ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് വോയേജ്. ഒരു പർട്ടിക്കുലർ വോയേജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫ്യൂവലിന് വേണ്ടി ഇന്ധനം, അല്ലെങ്കിൽ കൽക്കരി, ഡീസൽ, ശുദ്ധജലം, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം. ഇതിനു വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് ആ ഒരു എക്സ്പെൻസിന് കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേമാണ് ബങ്കർ കോസ്റ്റ്. ഈ ബങ്കർ കോസ്റ്റ് അപ്പോൾ എന്തുമായിട്ട് തന്നെ റിലേറ്റഡ് ആണ്, വോയേജ് അക്കൗണ്ടുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് വൺ പോർട്ട് ചാർജസ് ആണ്. പോർട്ടിലുണ്ടാകുന്ന പോർട്ട് അതോറിറ്റീസിന് കൊടുക്കേണ്ടി വരുന്ന പല ചാർജുകളാണ്. അതായത് ആ ഒരു പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ പോർട്ടിനെ ലോഡിങ്ങിന് വേണ്ടിയും കാർഗോ ലോഡ് ചെയ്യാനും കാർഗോ അൺലോഡ് ചെയ്യാനായിട്ടും ഒക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ ഒരു പോർട്ട് ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ഒരു ഫീസ് ആർക്ക് കൊടുക്കേണ്ടി വരും, പോർട്ട് അതോറിറ്റീസിന് അവരുടെ ഒരു ചാർജ് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് പോർട്ട് ചാർജസ് എന്ന് പറയുന്നത്. സോ ദീസ് ചാർജസ് ആർ പെയ്ഡ് ടു ദ പോർട്ട് അതോറിറ്റീസ് ഫോർ അലോയിങ് ദ ഷിപ്പ് ടു യൂസ് പോർട്ട് ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ് കാർഗോ ലോഡ് ചെയ്യാനോ അൺലോഡ് ചെയ്യാനോ ഒക്കെ നമ്മൾ പോർട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് പോർട്ട് അതോറിറ്റീസിന് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോർട്ട് ചാർജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്
സെവൻത്ത് വൺ സ്റ്റീവ് ഡോറിങ് ചാർജസ്. ഇത് നോട്ട് ചെയ്ത് പഠിക്കണം, ഒരു പുതിയ ടൈമായിട്ട് നമുക്ക് തോന്നാം. സ്റ്റീവ് ഡോറിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീവ് ഡോറിങ് എക്സ്പെൻസ് സിമ്പിളാണ്. ദ ചാർജസ് ആർ പെയ്ഡ് ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോ ഓൺ ആൻഡ് ഫ്രം ദ ഷിപ്പ്. അപ്പോൾ ഷിപ്പിലോട്ടും ഷിപ്പിൽ നിന്നും കാർഗോ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ചാർജസിന്. അപ്പോൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജസ് എന്ന് സിമ്പിളായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം സ്റ്റീവ് ഡോറിങ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ഒരു മേജർ എക്സ്പെൻസ് കൂടിയാണ് സ്റ്റീവ് ഡോറിങ് ചാർജസ്. ഇത്രയുമൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട 1-2 ടൈമുകൾ എന്ന് പറയുന്നത്. അടുത്ത സാലറീസ് ആൻഡ് വേജസ്. അത് നമുക്ക് സാധാരണ നമ്മുടെ എല്ലാ ട്രേഡിംഗ് അക്കൗണ്ടിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സാലറീസ് ആൻഡ് വേജസ് ഡെബിറ്റ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ആണ് എന്നുള്ളത് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. ഇവിടെ മെയിനായിട്ടും വോയേജുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ക്യാപ്റ്റനോ ക്രൂവിനോ അല്ലെങ്കിൽ അതർ സ്റ്റാഫിനോ ഒക്കെ കൊടുക്കുന്ന സാലറീസ് ആൻഡ് വേജസ് ആണ് ഇവിടെ വരാൻ സാധ്യതയുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. സാലറീസ് ആൻഡ് വേജസ് പെയ്ഡ് ടു ക്രൂ ആർ ചാർജ് ടു വോയേജ് അക്കൗണ്ട്. ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് ചാർജസ് ആണ്. എല്ലാവർക്കും അറിയാമല്ലോ ലൈറ്റ് ഹൗസ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനൊരു പർപ്പസ് എന്താണെന്നുള്ളത്. സോ ഇറ്റ് ഈസ് എ ടവർ ഇൻ ദ മിസ്റ്റ് ഓഫ് നാവിഗബിൾ വാട്ടേഴ്സ് equipped വിത്ത് ഒപ്റ്റിക്കൽ ഓർ റേഡിയോ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ടു ഷോ പാത്ത് ടു ദ ഷിപ്പ്. അപ്പം പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലൊക്കെ ഷിപ്പിന് ഒരു പാത്ത്, കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് കിട്ടാൻ വേണ്ടി ലൈറ്റ് ഷോ ചെയ്യുന്ന ഒരു ടവർ തന്നെയാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. സോ ദ ചാർജസ് പെയ്ഡ് ടു ദ പോർട്ട് അതോറിറ്റീസ്. അപ്പോൾ പോർട്ട് അതോറിറ്റീസിന് ഈ ലൈറ്റ് ഹൗസിൻ്റെയും കൂടെ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെയും കൂടെ ഒരു പല ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ സിഗ്നൽസ് ആകാം, ബീക്കൺ ലൈറ്റ് ആകാം, അതൊക്കെയും ലൈറ്റ് ഹൗസ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ, ലൈറ്റ് ഹൗസ് ചാർജ് എന്നുള്ള രീതിയിൽ പോർട്ട് അതോറിറ്റീസിന് ആ ഒരു എമൗണ്ടോട് ചേർത്ത് അടയ്ക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഈ ഒരു എക്സ്പെൻസും കമ്പനിയെ സംബന്ധിച്ച്, ഒരു വോയേജിനെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന മേജറായിട്ടുണ്ടാകുന്ന എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും മെയിനായിട്ട് ഡെബിറ്റ് സൈഡ് ഐറ്റംസിൽ എൻട്രി ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് പറയാനായിട്ടുള്ളത്. അപ്പോൾ സ്പെഷ്യൽ ഐറ്റംസ് മാത്രമല്ല, കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഐറ്റംസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ്. എന്താണ് ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ? ഒരു വോയേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഫ്രൈറ്റ് ആണ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ചരക്ക് കൂലി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കാർഗോ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി കളക്ട് ചെയ്യുന്ന, ഷിപ്പിംഗ് കമ്പനി കളക്ട് ചെയ്യുന്ന ഏറ്റവും മെയിനായിട്ടുള്ളവരുടെ ഒരു ഇൻകമാണ് എന്തെന്ന് പറയുന്നത്? വരുമാനമാണ് അവരുടെ ഫ്രൈറ്റ് എന്ന്, അവർ കളക്ട് ചെയ്യുന്ന ഫ്രൈറ്റ് എന്ന് പറയുന്നത്. സോ എമൗണ്ട് ചാർജ്ഡ് ബൈ ദ ഷിപ്പിംഗ് കമ്പനി. അപ്പോൾ ആര് കളക്ട് ചെയ്യുന്നതാണ്? ഷിപ്പിംഗ് കമ്പനി തന്നെ കളക്ട് ചെയ്യുന്നതാണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഫ്രൈറ്റ് കളക്ട് ചെയ്യുന്നത് ഷിപ്പിംഗ് കമ്പനിയാണ്. ആരിൽ നിന്നാണ്? ഫ്രം ദ കാർഗോ ഓണേഴ്സ് ഫോർ ദ കാർഗോ ലോഡഡ് ഓൺ ദ ഷിപ്പ്. അപ്പോൾ ആ ഒരു ഷിപ്പിൽ അവരുടെ കാർഗോ കൊണ്ടുപോകുന്നതിന് അവർ കമ്പനി തന്നെ, ഷിപ്പിംഗ് കമ്പനി തന്നെ കാർഗോ ഓണേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രൈറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആണ്? ബോത്ത് ഫ്രൈറ്റ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് ജേണി. ഒരു ഔട്ട്വേർഡ് ജേണിയുടെ അതേപോലെ ഒരു ഇൻവേർഡ് ജേണിയുടെ ഫ്രൈറ്റ് ഈ ഫ്രൈറ്റ് എന്ന് പറയുന്ന ടൈമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇൻവേർഡ് ജേണിയുടെ ഫ്രൈറ്റും ഔട്ട്വേർഡ് ജേണിയുടെ ഫ്രൈറ്റും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അടുത്തത് പാസേജ് മണിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് പാസേജ് മണി എന്ന് പറയുന്നത്. എന്താ പാസേജ് മണി? ദ ഫെയർ കളക്റ്റഡ് ബൈ ദ കമ്പനി ഫ്രം ദ പാസഞ്ചേഴ്സ്. ആ പേര് പറയുന്ന പോലെ തന്നെ പാസഞ്ചേഴ്സിൽ നിന്ന് കമ്പനി, ഷിപ്പിംഗ് കമ്പനി കളക്ട് ചെയ്യുന്നതാണ്. ഹു ആർ ക്യാരിഡ് ഓൺ ദ ഷിപ്പ്. അപ്പോൾ ഷിപ്പിൽ യാത്ര ചെയ്യുന്ന ബാക്കി പാസഞ്ചേഴ്സിൽ നിന്ന് അവരുടെ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിനോടൊപ്പം, സാധനങ്ങളുടെ ഫ്ലൈറ്റ് ചാർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാസഞ്ചേഴ്സിൽ നിന്ന് അഡീഷണൽ ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ടാണ് പാസേജ് മണി എന്ന് പറയുന്നത്. they are collected by the captain is called passage money. Passage money കളക്ട് ചെയ്യുന്നത് ക്യാപ്റ്റൻ ആയിരിക്കും. അത് കാർഗോ ഓണേഴ്സിൽ കയ്യിൽ നിന്ന്, കാർഗോ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ആ കാർഗോ കൊണ്ടുപോകുന്നതിനോടൊപ്പം പാസഞ്ചേഴ്സ് അവിടെ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് പാസേജ് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രൈമേജ് ഒരു പുതിയ ടേമാകാം. പ്രൈമേജ് എന്ന് പറയുന്നത് അഡീഷണൽ ഫ്രൈറ്റ് ആണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്രൈറ്റ് എന്താണോ ആ ഫ്രൈറ്റിന് തന്നെ ചാർജ് ചെയ്യുന്ന ഒരു അഡീഷണൽ ഫ്രൈറ്റ്, അതായത് സർചാർജ് ഓൺ ഫ്രൈറ്റ്. നമ്മൾ സെസ് എന്നൊക്കെ പറയുന്നില്ല, ടാക്സിന് സെസ് പറയുന്ന പോലെ തന്നെയുള്ള ഒരു കാര്യം. എത്രയാണോ ഫ്രൈറ്റ്, ആ ഫ്രൈറ്റിൻ്റെ തന്നെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ്, ഒരു സർചാർജ് ആണ്, അല്ല ഒരു അഡീഷണൽ ഫ്രൈറ്റ് ആണ് പ്രൈമേജ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രൈറ്റ് ഒരു 1 lakh rupees ആണെങ്കിൽ ആ 1 lakh rupeesൻ്റെ 10% ആണ് പ്രൈമേജ് എന്ന് പറഞ്ഞാൽ 1 lakhൻ്റെ 10% തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന എമൗണ്ട് ആണ് പ്രൈമേജ് എന്ന് ഇവിടെ പറയുന്നത്. സോ ഒരു അഡീഷണൽ ഫ്രൈറ്റ് അല്ലെങ്കിൽ ഒരു സർചാർജ് ഓൺ ഫ്രൈറ്റ് ദാറ്റ് ഈസ് ഒറിജിനലി കളക്റ്റഡ് ഫോർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പോൾ പണ്ടൊക്കെ ഇത് കളക്ട് ചെയ്തിരുന്ന പ്രൈമേജായിട്ട് ഈ ഒരു അഡീഷണൽ എമൗണ്ട് കളക്ട് ചെയ്തിരുന്നത് ക്യാപ്റ്റന് വേണ്ടി തന്നെയായിരുന്നു. ക്യാപ്റ്റൻ്റെ എമൗണ്ട്, ക്യാപ്റ്റന് കൊടുക്കാനുള്ള എമൗണ്ട് എന്നുള്ള രീതിയിലാണ് കളക്ട് ചെയ്തിരുന്നത്. ബട്ട് നൗ എ ഡേയ്സ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദ ഇൻകം ഓഫ് ദ ഷിപ്പിംഗ് കമ്പനി. എന്നാൽ ഇപ്പോൾ അത് ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ ഒരു മെയിൻ വരുമാനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ക്യാപ്റ്റന് വേണ്ടി ഒറിജിനലി കളക്ട് ചെയ്തിരുന്ന എമൗണ്ട് ആയതുകൊണ്ട് ഹാറ്റ് മണി എന്നും ഈ പ്രൈമേജിന് മറ്റൊരു പേര് പറയാറുണ്ട്, ഹാറ്റ് മണി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ആയിട്ട് മെയിനായിട്ട് വരുന്ന 3 ഐറ്റംസ് ആണ് ഫ്രൈറ്റ്,
പാസേജ് മണി, പ്രൈമേജ്. അപ്പോൾ ഫ്രൈറ്റ്, പ്രൈമേജും പാസേജ് മണി ഓർത്തിരിക്കുക. ഇതിൽ ഫ്രൈറ്റും പ്രൈമേജും കൂടെ ചേർത്ത എമൗണ്ടിനാണ്, ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് വരുന്ന എമൗണ്ടിനാണ് ചില എക്സ്പെൻസുകളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ആയിട്ട് വരുന്ന ബ്രോക്കറേജ്, അഡ്രസ് കമ്മീഷനൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രൈറ്റ് പ്ലസ് പ്രൈമേജ് എമൗണ്ട് ആണ് എടുത്ത് അതിനെ ബേസ് ചെയ്താണ് ഒരു പെർസെൻറ്റേജ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതിൽ മെയിനായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് പറഞ്ഞതിൽ ഒരൈറ്റം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. ഒരൈറ്റം എന്ന് പറയുന്നത് വോയേജ് ഇൻ പ്രോഗ്രസ് ആണ്. വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് വോയേജ് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കതിവിടെ പറയുന്നില്ല. നമ്മളിവിടെ കോമൺ ആയിട്ടുള്ള ബാക്കി സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഐറ്റംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രൊവിഷൻ ഫോർ ഫ്രൈറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് വോയേജ് അഥവാ വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഇതിലെ ഒരു സിമ്പിളായിട്ടുള്ള 1-2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഏറ്റവും മെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് പിന്നീട് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഒരു വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, എന്നാൽ അതിൽ പറയുന്ന ഓരോ ഐറ്റം എന്താണ്, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി തന്നെ ഓരോ ഐറ്റവും ഇൻകമായിട്ടും എക്സ്പെൻസ് ആയിട്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഓരോ ഡെബിറ്റ് സൈഡ് ഐറ്റംസിനെയും ക്രെഡിറ്റ് സൈഡ് ഐറ്റംസിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.